1000 കോടിയുടെ വികസന വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യ സംവാദത്തിന് വെല്ലുവിളി താങ്കൾ സ്വീകരിക്കും? ഞാൻ ഏത് വെല്ലുവിളിയും ആര് ചോദിച്ചാലും ഞാൻ റെഡിയാണ്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളും ഞാൻ പറയുന്ന ഫാക്റ്റ് എല്ലാം ഫാക്റ്റ് ബേസ്ഡ് ആണ്. അതിന് ശിവൻകുട്ടിയാണോ ശിവൻകുട്ടീന് വേറെ ആരെങ്കിലും ആണോ, ഞാൻ അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. CPM BJP ഒന്നാണെന്ന് കോൺഗ്രസ് പറയും, പിന്നെ CPM പറയും കോൺഗ്രസും BJP ഒന്നാണ്. ഇതിൻ്റെ പിന്നിൽ എന്താണ്, അവരുടെ ആവശ്യം എന്താണ്? എങ്ങനെയെങ്കിലും ആ മുസ്ലിം വോട്ട് പിടിക്കുക. ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റിയോട് പറയണം, ഈ രാജ്യത്തിൽ ഏറ്റവും നാണമില്ലാത്തൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ, ഏറ്റവും ഐഡിയോളജി ഇല്ലാത്തൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ, ഏറ്റവും അവസരവാദ രാഷ്ട്രീയം ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനാണ് കോൺഗ്രസ് പാർട്ടി. ഇത് ഞാൻ എന്നെ വിളിച്ചില്ല ഞാൻ വലിയ മഹാനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രാഷ്ട്രീയം എനിക്കങ്ങനെ ഇഷ്ടമല്ല. അത് നമ്മുടെ പ്രധാനമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഞാനും പറയും, നിങ്ങൾ ഈ വിവാദം തുടങ്ങിയാൽ ഞങ്ങളത് ഫിനിഷ് ചെയ്യും. നമസ്കാരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ചൂടുപിടിച്ചിരിക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തം. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളും വികസന കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കുവാൻ അമൃത TV അവസരമൊരുക്കുകയാണ് നോട്ട് ദി പോയിന്റിലൂടെ. BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്ന് നോട്ട് ദ പോയിന്റിൽ അതിഥി. നമസ്കാരം സാർ. നമസ്കാരം. മാർച്ച് 24-ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തിട്ട് 1 വർഷം തികയുകയാണ്. ശരിയാണ്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ്റെ ഭരണം BJP നേടിയെടുത്തു എന്നതുൾപ്പെടെയുള്ള നേട്ടങ്ങൾ ഈ കാലയളവിലുണ്ട്. ഈ 1 വർഷ കാലയളവിനെ വിലയിരുത്തുമ്പോൾ എന്ത് തോന്നുന്നു? ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് എനിക്ക് ഒരു ഓർമ്മ വരുന്നത് 1 കൊല്ലമായിന്ന്. അപ്പോൾ അതിന് താങ്ക് യു. അല്ല നോക്കൂ, ഞാൻ ഇവിടെ വന്നത് എന്നോട് നരേന്ദ്രമോദിജിയും നമ്മുടെ പ്രധാനമന്ത്രിയും അമിത്ഷാജിയും അന്നത്തെ പ്രസിഡൻറ്റ് നഡ്ഡാജി പറഞ്ഞത് ഒരു മാറ്റം കൊണ്ടുവരണം, നമുക്ക് വളർച്ചേൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ പാർട്ടി പൊളിറ്റിക്കൽ ഗെയിൻസ് ഉണ്ടാക്കണം, ജനങ്ങളുടെ മനസ്സിൽ അത് ആ ഒരു വികാരം കയറ്റണം. BJP NDA ഒരു വയബിൾ ഓൾട്ടർനേറ്റീവാണ്. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റോപ്പ് എഫേർട്ടായിരുന്നു കഴിഞ്ഞ 12 മാസം. ഞങ്ങൾ ശരിക്കും വർക്ക് തുടങ്ങിയത് ജൂലൈ 2025 തുടങ്ങിയത്. ഒരു എഫേർട്ട്, അത് ലോക്കൽ ബോഡി ഇലക്ഷൻ നല്ല ഗുണം ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു കാഴ്ചപ്പാട്, വികസനം, വികസിത കേരളം എന്ന കാഴ്ചപ്പാടുകൊണ്ട് ഞങ്ങൾ ഈ അസംബ്ലി ഇലക്ഷന് പോകുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ തിരുവനന്തപുരം സീറ്റ് തോറ്റു. അത് 8000 വോട്ട് എനിക്ക് കിട്ടിയാൽ ഞാൻ ജയിക്കേണ്ട സീറ്റായിരുന്നു. പക്ഷേ അന്ന് കിട്ടിയ സ്നേഹവും അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് അന്ന് ഒരു കടപ്പാട് പോലെ തോന്നി. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ദൗത്യമോ ഒരു ലക്ഷ്യം തീരുമാനിച്ചത്, തിരുവനന്തപുരം ഞങ്ങൾ പിടിക്കണം. അത് നമുക്ക് സാധിച്ചു ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ. ജനങ്ങളൊപ്പം ഇങ്ങനെ കഴിഞ്ഞ 12 മാസം അവരുടെ അടുത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങളും അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ല പിന്തുണ ജനങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ 12 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലെ വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പ്. BJP അണികളും അനുഭാവികളും നേതാക്കന്മാരുമൊക്കെ താങ്കളെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. അപ്പോൾ ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല എന്നൊരു ഘട്ടം, കാരണം അത്രയും അനുകൂലമായൊരു സാഹചര്യം BJPക്ക് ഉണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കേന്ദ്ര ഭരണം ഉണ്ട്, അവിടെ നിന്നുള്ള പിന്തുണയുണ്ട്. ഇവിടെ 10 വർഷം പൂർത്തിയായ സർക്കാരിനെതിരെയുള്ള സ്വാഭാവികമായി ഉണ്ടാകുന്ന ജനവികാരം ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നിരയിലാണെങ്കിൽ അവരുടെ അഭിപ്രായ ഭിന്നതകൾ പ്രകടമായി പുറത്തു വരുന്നു, സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ നിർണായകമായി ഈ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? നാടിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഇലക്ഷനായിട്ട് ജനങ്ങൾ ഇതിനെ കാണുന്നു. അപ്പോൾ അതിനുവേണ്ടി BJP പ്രിപ്പയർ ചെയ്തു, NDA പ്രിപ്പയർ ചെയ്തു. ഞങ്ങൾ നല്ല കാൻഡിഡേറ്റ്സിനെല്ലാം തീരുമാനിച്ചു, നല്ല കോalition ഉണ്ടാക്കി. 2020 NDAൻ്റെ ഭാഗമായി ഞങ്ങൾ ഇത് കാണുന്നത് നാടിൻ്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന ഒരു ഇലക്ഷനായിട്ട് കാണുന്നു. അതിനേക്കാൾ കമ്മിയല്ല, കൂടുതലല്ല. അപ്പോൾ നത്തിങ് മോർ നത്തിങ് ലെസ്. ആ ഒരു ഇമ്പോർട്ടൻസ് ഞങ്ങൾ ഈ ഇലക്ഷന് കൊടുക്കുന്നു.
അപ്പോൾ ഇത് നിയമമണ്ഡലം മാത്രമല്ല, 140 നിയോജക മണ്ഡലം. മലപ്പുറത്ത് കുറച്ച് വിടൂ. പക്ഷേ ബാക്കി എല്ലാ നിയോജക മണ്ഡലം ഞങ്ങൾ കമ്പറ്റിറ്റീവ് ഫൈറ്റ് കൊടുക്കാൻ പോകുന്നു. ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. കാരണം ഈ മാറ്റം എന്ന് ജനങ്ങളുടെ ആവശ്യം കൊണ്ടുവരണമെങ്കിൽ BJP NDA സർക്കാരിൽ വരണം. ഇത് CPM എത്രയോ അവസരം കൊടുത്തതല്ല, അവരൊന്നും കൊണ്ടുവന്നില്ലല്ലോ മാറ്റം. കോൺഗ്രസ്സിന് എത്രയോ അവസരം കൊടുത്തതല്ല, അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ് BJP NDA ഭരണത്തിൽ വരേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ രാഷ്ട്രീയം അറിയാമല്ലോ, ഞങ്ങൾ ഒരു പവറിനോ ഒരു പൊസിഷനോ, ഞാൻ ഒരു മന്ത്രിയാവണമെന്നോ മുഖ്യമന്ത്രി, എൻ്റെ ജീവിതത്തിൽ ഞാൻ 17 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ മന്ത്രി ആയത്. 17 കൊല്ലം രാഷ്ട്രീയത്തിൽ ഇരുന്നിട്ടാണ് ഞാൻ മന്ത്രി ആയത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. ഞങ്ങൾ ജനങ്ങളെ സേവിക്കാൻ, നാടിനെ നന്നാക്കാൻ, നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെ വാശി. ആ വാശിയുണ്ട്. ആ വാശി മനസ്സിൽ വെച്ച് ആ വാശിക്ക് വേണ്ടി ആണ് ഞങ്ങൾ ഈ മത്സരിക്കുന്നത്. ഈ നാടിനെ നന്നാക്കണം, നാടിൻ്റെ ദിശയും ദശയും മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. BJPക്ക് അല്ലെങ്കിൽ NDAക്ക് 30,000-ന് മുകളിൽ വോട്ടുകളുള്ള 33 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലും CPM-ഉം കോൺഗ്രസും ഒക്കെ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇപ്രാവശ്യവും BJP ഒരു കരതൊടില്ല, പച്ചതൊടില്ല എന്നാണ്. പക്ഷേ അതേസമയം താങ്കൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണമൊക്കെ ശ്രദ്ധിച്ചിരുന്നു. എന്താണ് ആ ഒരു ആത്മവിശ്വാസം? ആത്മവിശ്വാസം കാരണം ഇത് നോക്കൂ, ഇതിൽ ഒരു അഹങ്കാരം CPM-ൻ്റെ കോൺഗ്രസിൻ്റെ അത് അവരുടെ മിസ്റ്റേക്കാണ്. അത് അഹങ്കാരമാണോ മിസ്റ്റേക്കുമാണോ? മിസ്റ്റേക്ക് വരുന്നത് അഹങ്കാരത്തിൻ്റെ കാരണമാണ്. ഇത് തീരുമാനിക്കേണ്ടത് CPM-ഉം കോൺഗ്രസ് അല്ല. ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും കിട്ടില്ല എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അതല്ലേ ഡെമോക്രസി, അതല്ലേ ജനാധിപത്യ സംവിധാനം. അപ്പോൾ അവരുടെ ഒരു അഹങ്കാരം മാത്രമല്ല, അവരുടെ ഒരു പേടിയാണിപ്പോൾ. ഇനിയിപ്പോൾ അതല്ല, അഹങ്കാരം പണ്ട് ഉണ്ടായിരുന്നു, BJP-നെ ഞങ്ങൾ എങ്ങനെ ചവിട്ടി വെക്കണം. ഇന്നൊരു പേടിയാണ്. CPM-ന് അറിയാം ഈ ഇലക്ഷനിൽ CPM-ന് നല്ലൊരു വീഴ്ച ഉണ്ടാകാൻ പോകുന്നത് ജനങ്ങൾ തീരുമാനിച്ചു എന്ന് അവർക്കറിയാം. 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ CPM ഇന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്, ജനങ്ങൾ അവർ മാഫ് ചെയ്യില്ല. കാരണം ശബരിമല കൊള്ള ഒരു ഇഷ്യൂ ആണ്, അഴിമതി ഒരു ഇഷ്യൂ ആണ്, വികസനമില്ലായ്മ ഒരു ഇഷ്യൂ ആണ്, തൊഴിലില്ലായ്മ ഒരു ഇഷ്യൂ ആണ്, വിലക്കയറ്റം ഇഷ്യൂ ആണ്. ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു സാധ്യതയില്ല എന്ന് അവർക്കറിയാം. ആ വോട്ട് BJPക്ക് പോവുമോ എന്നൊരു നല്ല പേടിയുണ്ട്. അപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? പ്രചരണം, ഒരു കുപ്രചരണം. എന്താണ്? BJPക്ക് വോട്ട് കിട്ടില്ല, BJP ജയിക്കില്ല, നിങ്ങളെന്തിനാണ് അവിടെ പോകുന്നത്? എന്നിട്ടും LDF മുൻ MLA-മാർ, സിറ്റിംഗ് MLA-മാർ, മുൻ ഏരിയ സെക്രട്ടറി, അവരിലെല്ലാം ആയിരക്കണക്കിലാണല്ലോ BJPയിൽ വരുന്നത്. അപ്പോൾ അത് നടക്കുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രൂഫ്. മറുവശത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് BJPനെ തെറി പറഞ്ഞ്, RSSനെ തെറി പറഞ്ഞിട്ടാണ് അവരുടെ ഒരു പ്രീണരാഷ്ട്രീയം ചെയ്യാൻ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം അതല്ലേ, മുസ്ലിംസിന് വോട്ട് കിട്ടാൻ, മുസ്ലിമിൻ്റെ വോട്ട് കിട്ടാൻ BJPനെ തെറി പറയണം, BJPനെ തോൽപ്പിക്കാനാണ് കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത് പറഞ്ഞിട്ടാണ് മുസ്ലിം വോട്ട് നേടാൻ പറ്റുള്ളൂ എന്ന് കോൺഗ്രസിൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ 2 പേരോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഒന്ന്, CPM-ന് ഈ തവണ വോട്ട് കിട്ടില്ല, കിട്ടാൻ സാധ്യത 0 ഔട്ട് ഓഫ് 0 ആണ്. കാരണം കിട്ടിയ അവസരം അവർക്ക് ജനങ്ങൾ അവസരം കൊടുത്തു, അവരെന്ത് ചെയ്തു? നാടിനെ നശിപ്പിച്ചു. പിന്നെ കോൺഗ്രസിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മുസ്ലിം വോട്ടിനെ കോർണർ ചെയ്ത് വെക്കുന്ന ആ ഒരു അവസ്ഥയും സാഹചര്യം ഈ ഇലക്ഷൻ അതും മാറും. ആരാണ് PM-നെ പോയി കണ്ടത്? ഗ്രാൻഡ് മുഫ്തിയല്ലേ പോയി കണ്ടത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ലോകത്തിൽ ഏറ്റവും നല്ല നാട്, മുസ്ലിംസിന് ഏറ്റവും സുരക്ഷിതമായ താമസിക്കുന്ന നാട് ഏതാണ്? ഇന്ത്യയാണ്. രാജ്യസ്നേഹി ആയ ഒരു മുസ്ലിമാണോ, ക്രിസ്ത്യനാണോ, ഹിന്ദുവാണോ, നാടിനെ നന്നാക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യൻ, മലയാളിയാണോ, അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും. അത് കോൺഗ്രസിനും പോവില്ല, CPM-നും പോവില്ല. അതൊരു സത്യമാണോ? അതിന്നാണ് എനിക്ക് ആത്മവിശ്വാസം കിട്ടുന്നത്. കാരണം ഇവരെല്ലാം ഞാൻ പോയി കാണുന്നതല്ലേ. അവർക്കും അവരുടെ കുട്ടികൾ നന്നാവണമെന്നുണ്ട്.
എവിടെ ഒരു മുസ്ലിം കുടുംബമാണോ, ക്രിസ്ത്യൻ കുടുംബമാണോ, മലയാളി ഹിന്ദു കുടുംബമാണോ, അവർക്ക് എല്ലാവർക്കും ഒരു നല്ല ഭാവി വേണ്ട, അവരുടെ ഒരു അവകാശമല്ലേ, ജന്മാവകാശമല്ലേ. അവരുടെ കുട്ടികൾക്ക് പഠിപ്പ് വേണം, തൊഴിൽ വേണം, അവർക്കും വീടും കുടിവെള്ളം ഇലക്ട്രിസിറ്റിയും റോഡ് വേണം, നല്ല പഞ്ചായത്താവണം, നല്ല മുനിസിപ്പാലിറ്റി ആവണം, നല്ല സിറ്റി ആവണം. നമ്മളെ തിരുവനന്തപുരം തലസ്ഥാനത്തിൽ ഇന്നും മാലിന്യത്തിന് വേണ്ടി ഒരു സെൻറ്റർ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഒറ്റ രാജ്യമാണ്, ഒറ്റ സംസ്ഥാനമാണ് കേരളം. തലസ്ഥാനത്തിൽ ഒരു മാലിന്യ സംസ്കാരത്തിൻ്റെ ഒരു ഫെസിലിറ്റി ഇല്ല. അപ്പോൾ ഇതെല്ലാം സാധാരണ മലയാളിയായ, അത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ, ഇതെല്ലാം ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ലേ, ആലോചിക്കില്ലേ? അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ വിവാദങ്ങളാണ് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വികസന വിഷയങ്ങൾ, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പല തിരഞ്ഞെടുപ്പുകളും കടന്നു പോവുകയാണ്. അത് സ്ത്രീ വിഷയം മുതൽ പല വിഷയങ്ങളിങ്ങനെ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ BJPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ നിലപാടെന്താണ്? അല്ല, ഞങ്ങളുടെ നിലപാട് വികസനമാണ്. അതുകൊണ്ടല്ലേ ഞാൻ എല്ലാ പ്രസ് കോൺഫറൻസിലും മാധ്യമത്തോട് പറയും, നിങ്ങൾ ഇതിനെ വിവാദ രാഷ്ട്രീയത്തിൻ്റെ ഇലക്ഷനാക്കി മാറ്റരുത്. ഇതുവരെ ചെയ്തത് അതാണ്. ഇത് നമ്മൾ വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പും വികസന രാഷ്ട്രീയത്തിൻ്റെ മത്സരമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടിയോ CPM വികസനത്തിനെക്കുറിച്ച്, ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് 10 നല്ല ഐഡിയാസ് ഉണ്ട്. ഞങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് ചെയ്യാൻ കഴിവും താല്പര്യം ഉണ്ടെങ്കിൽ അവർ ജയിക്കട്ടെ. കാരണം ഞങ്ങൾക്ക് വേണ്ടത് നാട് നന്നാവണമെന്നാണ്. ഞങ്ങൾ ഭരിക്കണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ ഭരിക്കണമെന്ന നിർബന്ധം എന്തുകൊണ്ട് ഞങ്ങൾ പറയുന്നു? കാരണം ഈ 2 പേർക്ക് എത്രയോ അവസരങ്ങൾ കൊടുത്തതല്ലേ ജനങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അപ്പോൾ പക്ഷേ ഇവർ ചെയ്യില്ല. വികസനത്തിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് 5 വ്യാജ ഗ്യാരണ്ടീസ് എന്നും പറഞ്ഞിട്ട് ഓടിപ്പോവും. ഈ 5 വ്യാജ ഗ്യാരണ്ടീസ് തെലങ്കാനയിലും നടക്കുന്നില്ല, കർണാടകയിലും നടക്കുന്നില്ല, ഹിമാചൽ പ്രദേശിലും നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ജനങ്ങളെ വിഡ്ഢിയാക്കുക, ഇലക്ഷൻ്റെ 10 ദിവസം 12 ദിവസം മുമ്പ് ഒരു വിവാദം സൃഷ്ടിക്കുക, ഉണ്ടാക്കുക, എന്നിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുക. പക്ഷേ ഈ ഇലക്ഷനിൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഓരോ വിവാദത്തിൻ്റെ ഉത്തരം ഞങ്ങൾ കൊടുക്കും. എന്നിട്ട് ആ ഇഷ്യൂനെ അങ്ങോട്ട് മാറ്റി പിന്നെ റിട്ടേൺ ചെയ്തിട്ട് വികസനത്തിന് കൊണ്ടുവരും. അപ്പോൾ ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. വികസനം, ഞാൻ മാധ്യമ സുഹൃത്തോട് എപ്പോഴും പറയും, നിങ്ങൾ 60% വികസനത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ, 40% തെറിയും വിവാദവും എല്ലാം കവർ ചെയ്തോളൂ, നോ ഇഷ്യൂ. ഇന്ന് VD സതീശൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു, എൻ്റെ മുണ്ടുവിനെക്കുറിച്ച് മുരളീധരൻ പറയുന്നു, എൻ്റെ മലയാളത്തിനെക്കുറിച്ച് മറ്റാര് പറയുന്നു, എനിക്ക് കേരളം അറിയില്ല എന്ന് CPM പറയുന്നു. അവർക്ക് എല്ലാവർക്കും ഞാൻ 100% എഗ്രി ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, പക്ഷേ നമ്മൾ വികസനം, അഴിമതിയില്ലാത്ത ഭരണം, അതിനെക്കുറിച്ചും ചർച്ച ചെയ്യണ്ടേ? മറുവശത്ത് ഇതും ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ ഇവരെല്ലാം വിദ്വാന്മാരായിട്ട് ഓരോരോ വിവാദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ 70 കൊല്ലം ഭരിച്ചത് CPM കോൺഗ്രസ് അല്ലേ? 10 കൊല്ലം സെൻട്രൽ ഗവൺമെൻറ്റിന് ഭരിച്ചത് കോൺഗ്രസ് അല്ലേ? 8 മന്ത്രിമാരായിരുന്നില്ലേ UPA സർക്കാരിൽ കേരളത്തിൽ നിന്ന്? അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണ്ടേ? 10 കൊല്ലം ഭരിച്ചത് CPMൻ്റെ മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ ചർച്ച ചെയ്യണ്ടേ? എന്ത് ചെയ്തു, ചെയ്തില്ല? ബാക്കി എൻ്റെ മലയാളം, എൻ്റെ കേരളം നോളജ്, എൻ്റെ മലയാളം ഒറേറ്ററി സ്കിൽസ്, ഓക്കെ, അതും ചർച്ച ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യാം. അതിൽ ഞാൻ കൺസിഡർ ചെയ്യാൻ തയ്യാറാണ്. ഞാനൊരു പൊട്ടനാണ്, ഞാൻ യൂസ്ലെസ് ആണെന്ന് കൺസിഡർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് ഞങ്ങളുടെ ഒരു നിർബന്ധം. അത് ഞങ്ങൾ വിടില്ല, അത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ BJP NDA ആയ മുന്നണി സമ്മതിക്കില്ല ഈ ഇലക്ഷൻ്റെ സമയത്ത് വേറൊരു വിവാദത്തിൽ കൊണ്ടുപോകാൻ. അത് ഞാൻ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ്. ഞാൻ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ക്ലിയറായിട്ട് പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും, പ്രധാനമന്ത്രി വരുന്നു കൊച്ചിയിൽ, നാടിൻ്റെ വികസനത്തെക്കുറിച്ച് പ്രോജക്റ്റ് പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ CMൻ്റെ PWD മിനിസ്റ്റർ പറയുന്നു എന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്തില്ല എന്ന്. നിങ്ങളാരാണ്? ഒരു മന്ത്രിയല്ലേ? നിങ്ങൾ മുഖ്യമന്ത്രി പോകുമ്പോൾ നിങ്ങളെ വിളിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിൻ്റെ പ്രോഗ്രാം എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടോ, അവകാശമുണ്ടോ? ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷേ ആ സമയത്ത് താങ്കൾ നടത്തിയൊരു പരാമർശം അത് തികച്ചും രാഷ്ട്രീയമാണെന്നൊരു വിമർശനം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയമായിരുന്നു.
അത് 100% രാഷ്ട്രീയമായിരുന്നു. അതുകൊണ്ടല്ല ഞാൻ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, എനിക്കത് ഇഷ്ടമല്ല. കാരണം അതിനൊരു സ്പേസ് ഇല്ല നമ്മുടെ പോളിറ്റിക്സിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മരുമകനെ വിളിക്കണമെന്ന്. ഞാനങ്ങനെ എനിക്ക് പറയാനൊരു വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാം വിട്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി 4 പ്രോജക്റ്റ് പ്രഖ്യാപിക്കാൻ കൊച്ചിയിലെത്തുമ്പോൾ ഇതാണോ പറയേണ്ടത്? സ്വാഗതമല്ല ചെയ്യേണ്ടത്, നന്ദിയല്ലേ പറയേണ്ടത്? ജനങ്ങളുടെ പേരെങ്കിലും നന്ദി പറയണ്ടേ? ഇത് ഞാൻ എന്നെ വിളിച്ചില്ല, ഞാൻ വലിയ മഹാനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രാഷ്ട്രീയം എനിക്കങ്ങനെ ഇഷ്ടമല്ല. അത് നമ്മുടെ പ്രധാനമന്ത്രിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഞാനും പറയും. അപ്പോൾ എന്നോട് ഇന്നലെ ആരോ ചോദിച്ചു, നിങ്ങളെന്തിനാ മരുമകൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രധാനമന്ത്രിനെ കുറിച്ച് എന്തിനാ പറഞ്ഞ്? ഞാനല്ല തുടങ്ങിയത്. നിങ്ങൾ ഈ വിവാദം തുടങ്ങിയാൽ ഞങ്ങളത് ഫിനിഷ് ചെയ്യും, അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതിന് BJP NDAക്ക് കഴിവുമുണ്ട്, കരുത്തുമുണ്ട്. അത് ഞങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾ ഒരു തവണയല്ല 100 തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിവാദത്തിൽ അങ്ങനെ കൊണ്ടുപോയാൽ അത് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യും, അതിന് സംശയം ഉണ്ടാകാൻ പാടില്ല. ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവ് രാഷ്ട്രീയമാണ് താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ അതൊരു വിവാദത്തിലേക്ക് എത്തിക്കാതെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കൂടിയൊക്കെ ക്ഷണിച്ച് എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്ത് നിർത്തി ഇതാ ഒരു വികസന പദ്ധതി. അത് മുഖ്യമന്ത്രിക്ക് എഴുതാൻ പറ്റില്ലേ? അത് മുഖ്യമന്ത്രിക്ക് ലെറ്റർ പാഡില്ലേ? മുഖ്യമന്ത്രിക്ക് എഴുതിയാൽ പോരെ? Dear Prime Minister, I would like, along with MB Rajesh Minister, I would also like so-and-so Minister to be invited. ഒരു എഴുതിയോ? എഴുതിയില്ലല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ നയിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ. മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു എന്താ ഡിസ്പ്യൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എഴുതിയാൽ പോരെ? ചീഫ് സെക്രട്ടറിക്ക് ഒരു എഴുതിയാൽ പോരെ? ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പീനിയനാണ്, ഞങ്ങൾ ഈ മന്ത്രിയും വരണം. അങ്ങനെ എഴുതിയോ? ഇല്ലല്ലോ. ഇത് അന്ന് രാവിലെ പ്രൈം മിനിസ്റ്റർ വരുന്ന ഒരു അരമണിക്കൂർ മുമ്പ് ഇദ്ദേഹം പോയി മീഡിയ മാധ്യമത്തോട് പറയുന്നു, എന്നെ വിളിച്ചില്ല, ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു. അയ്യോ, നാടിൻ്റെ വികസനത്തിന് വേണ്ടി വരുന്ന പ്രധാനമന്ത്രി, നാടിൻ്റെ വികസനത്തിന് വേണ്ടി 4 പ്രോജക്റ്റ് പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി വരുമ്പോൾ ഇതാണോ പെരുമാറ്റം? ഇതാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഞങ്ങളുടെ റിയാക്ഷൻ അങ്ങനെയായിരുന്നു. എനിക്കങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല അത് പറയാൻ. പക്ഷെ നിങ്ങൾ തുടങ്ങിയത് ഞങ്ങൾ ഫിനിഷ് ചെയ്യും. വികസനത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മണ്ഡലമായ ധർമ്മടത്ത് പോയി പരസ്യമായി വികസന വിഷയത്തിൽ ഒരു സംവാദത്തിന് താങ്കൾ വെല്ലുവിളി ഉയർത്തുകയാണ്. ഞങ്ങളുടെ ഈ പരിപാടിയിൽ നോട്ട് ദ പോയിന്റിൽ സംസാരിക്കവേ നിയമമണ്ഡലത്തിൽ താങ്കളുടെ പ്രധാന എതിരാളികളിൽ ഒരാളായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി വികസന വിഷയത്തിൽ താങ്കളെ ഒരു സംവാദത്തിന്, പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയുണ്ടായി. കള്ളത്തരം പറഞ്ഞ് നമ്മൾ ജയിക്കാൻ വേണ്ടി നോക്കല്, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി നോക്കണം. അതായിരിക്കും മാന്യത. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഒരു മധ്യസ്ഥനായിട്ട് എടുത്താൽ എവിടെ വേണോ വന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയാം, അദ്ദേഹത്തിന് അതിനെപ്പറ്റിയുള്ള ഡിബേറ്റ് നടത്താം. അദ്ദേഹം പറയുന്നത് 1000 കോടിയുടെ വികസനം നിയമമണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്, പക്ഷേ അങ്ങ് പറയുന്നത് അവിടെ ഒരു വികസനവും നടന്നിട്ടില്ല. ഈ കാര്യത്തിൽ ഒരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ്. ഞാൻ 100% തയ്യാറാണ്. നോക്കി, ഞാൻ ഒളിച്ചോടുന്ന ആളല്ല, പിന്നെ വെറുതെ വ്യാജ വാഗ്ദാനം കൊടുത്ത് നടക്കുന്ന ആളൊന്നുമല്ല. ഈ 1000 കോടി അവിടെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെ പോയി? അത് മറ്റൊരു ചോദ്യം. എവിടെയാണത് ചിലവാക്കിയത്? ഇന്നും ആശുപത്രി നോക്കൂ, ആശുപത്രിയുടെ സ്ഥിതി നോക്കൂ, അവിടെ റോഡിൻ്റെ സ്ഥിതി നോക്കൂ. നിയമത്തിൽ ഞാൻ കൊണ്ടുപോകാം, എൻ്റെ ഒപ്പം വരൂ. റോഡില്ലാത്ത സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. കുടിവെള്ളം ഇല്ലാത്ത എത്രയോ വീടുകൾ ഞാൻ കാണിച്ചു തരാം. തെരുവുനായ ശല്യം ജനങ്ങൾ സഹിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എന്താണ് ഈ പറയുന്നത്? 5 കൊല്ലം ഞാൻ നോക്കൂ, ശിവൻകുട്ടിജി ഒരു മുതിർന്ന നേതാവാണ്, വലിയ സീനിയർ ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ എതിരെ പേഴ്സണലായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു MLA ആവാൻ ജനങ്ങൾ അവസരം തരുമ്പോൾ അത് ഒരു പ്രതിബദ്ധതയും ആത്മാർത്ഥമായി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അങ്ങനെ ഞാൻ പ്രവർത്തിക്കും. ഇദ്ദേഹം ഇനി ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പേ വന്നിട്ട് ഓരോന്ന് പറയുന്നു. ഓക്കെ, പറയട്ടെ, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എൻ്റെ അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം ഇതെല്ലാം പബ്ലിക് ഡൊമെയിനിലാണ്. അങ്ങനെ CPMന് ഈ 10 കൊല്ലം എല്ലാം നന്നായിട്ടുണ്ട് എന്ന് അവർക്ക് ഒരു ചിന്ത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എനിക്ക് അഭിപ്രായമുണ്ട്.
ഈ നാടിൻ്റെ സാധ്യത, നിയമത്തിൻ്റെ സാധ്യതയും യാഥാർത്ഥ്യത്തിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ MLA-മാരും CPM സർക്കാരും കോൺഗ്രസിൻ്റെ MLA-മാരാണ്. ഇതിൽ എനിക്ക് ഏത് സംവാദത്തിൽ ഞാൻ പോകാൻ തയ്യാറാണ്. അതിൽ എനിക്കൊരു ഒറ്റ അഭിപ്രായ വ്യത്യാസം ആരുടെ ഒപ്പമില്ല. പക്ഷേ ഞാൻ എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി 10 കൊല്ലം കഴിഞ്ഞ് ഇലക്ഷൻ്റെ 30 ദിവസം മുമ്പ് വന്നിട്ട് ഓരോന്ന് പറയുന്ന ആ രാഷ്ട്രീയത്തിൽ ഞാനില്ല. ഞാൻ അതിനെ എതിർക്കും, അത് ഞാൻ ഒപ്പോസ് ചെയ്യും, അതിനെ എക്സ്പോസ് ചെയ്യും, അതിനെ പൊളിക്കും. അതിന് ശിവൻകുട്ടിയാണോ ശിവൻകുട്ടീന് വേറെ ആരെങ്കിലും ആണോ, ഞാൻ അതിലൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതായത് 1000 കോടിയുടെ വികസന വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യ സംവാദത്തിന് വെല്ലുവിളി താങ്കൾ സ്വീകരിക്കും? ഞാൻ ഏത് വെല്ലുവിളി ആര് ചോദിച്ചാലും ഞാൻ റെഡിയാണ്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളും ഞാൻ പറയുന്ന ഫാക്റ്റ് എല്ലാം ഫാക്റ്റ് ബേസ്ഡ് ആണ്. ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ. ധർമ്മണത്തിൽ ഞാൻ പോയല്ലോ, അവിടെ എന്തിനാണ് ഞാൻ പോയത്? എന്നോട് എല്ലാവരും പറഞ്ഞു അത് കോട്ടയാണ്, മുഖ്യമന്ത്രിൻ്റെ കോട്ടയാണ്, അവിടെ ഭയങ്കര വികസനം നടന്നിട്ടുണ്ട്, നമ്മളവിടെ പോയിട്ട് എംബാരസ് ആവാൻ പാടില്ല. പോയി 5000 പേര് വന്നു. 2 ദിവസം നോട്ടീസിലാണ് പരിപാടി നടന്നത്. 5000 പേര് വന്നു. എന്നിട്ട് അവിടെ എന്താണ് പരാതികൾ? കുടിവെള്ളമില്ല, റോഡില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, വീടില്ല, തൊഴിലില്ല. ഇതെല്ലാം ബേസിക് അല്ലേ ഒരു MLA, പിന്നെ ഒരു മുഖ്യമന്ത്രിയായ MLA ചെയ്യേണ്ടതല്ലേ? പിന്നെ ശിവൻകുട്ടിജി അങ്ങനെ സംവാദം ചെയ്യുകയാണെങ്കിൽ ചോദിക്കാൻ കുറേ ഉണ്ട്, എനിക്കും ചോദിക്കാൻ കുറേ ഉണ്ട്. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രിയല്ലേ. എന്തുകൊണ്ട് ഇന്നും ഗവൺമെൻറ് സ്കൂൾ 75% സ്കൂൾ അൺസേഫ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു? എന്തുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാക്കിയ ഒരു സ്കീം PM ശ്രീ, കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല സ്കൂളിൽ പഠിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി എന്തിനാണ് ചവിട്ടി വയ്ക്കുന്നത്? എന്തുകൊണ്ട് നിയമമണ്ഡലത്തിൽ 70 വയസ്സ് മേലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഫ്രീ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കുന്നില്ല? ചോദിക്കാൻ കുറേ ഉണ്ട്, പക്ഷെ അതിന് ഉത്തരം തരണം. അവിടെ ഒരു സ്പിന്നും പറഞ്ഞ് ഞാനിതാണ് മറ്റേതാണ് 1000 കോടി 100 കോടി ഇതെല്ലാം നോക്ക്. കണക്ക് പറയാൻ ആരും വെരിഫൈ ചെയ്യാനുമില്ല. 1000 കോടിയെല്ലാം എവിടെ കൊടുത്തു, എങ്ങനെ കൊടുത്തു? കോർപ്പറേഷൻ പിന്നെ എങ്ങനെയാണ് തോറ്റത്? അങ്ങനെ വികസനം നടന്നാൽ പിന്നെ എങ്ങനെ കോർപ്പറേഷൻ തോറ്റത്? അപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ ഓക്കെ, പോഡ്കാസ്റ്റിൽ ഓക്കെ, പക്ഷേ ജനങ്ങളെ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ, ജനങ്ങൾക്കത് എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കും. ഇതാണ് ജനങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, ഒരു മാറ്റം, ഒരു പുതിയ രാഷ്ട്രീയം. ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം ശ്രീ V. ശിവൻകുട്ടി നമ്മുടെ നോട്ട് ദ പോയിന്റിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത് താങ്കൾ വലിയൊരു വ്യവസായിയാണ്. അപ്പോൾ കോർപ്പറേറ്റുകളുടെ ഇടയിൽ വളരെ പ്രിയപ്പെട്ടവരാണ്. സാധാരണക്കാർക്ക് താങ്കളെ സമീപിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഞാനാണെങ്കിൽ എപ്പോഴും സാധാരണക്കാർക്കിടയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നു. എന്താണ് ആ വിമർശനത്തോടുള്ള മറുപടി? അദ്ദേഹത്തിന് ഒരു അവകാശമുണ്ട് അഭിപ്രായം ഉണ്ടാവാൻ. ഞാനൊരു വ്യവസായിയാന്ന്. ഇതെല്ലാം CPM-ൻ്റെ ഒരു പഴയ കാലത്തിൻ്റെ ഒരു രാഷ്ട്രീയമല്ലേ. വ്യവസായി ക്ലാസ് ബേസിസിൽ ഡിവിഷൻ നോക്കൂ. ഞാൻ ജീവിതത്തിൽ ചെയ്തതെല്ലാം സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അധ്വാനത്തോണ്ടാണ് ഞാൻ ഇതുവരെ വന്നിരിക്കുന്നത്. ആരും എനിക്ക് ഒരു ഫേവറും തന്നിട്ടില്ല. ഒരു കാൾ മാർക്സിൻ്റെ പുസ്തകം വായിച്ചിട്ടല്ല ഞാൻ ഇതുവരെ വന്നിരിക്കുന്നത്. എൻ്റെ റിസൾട്ടും എൻ്റെ ട്രാക്ക് റെക്കോർഡും എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ അപ്രോച്ചബിൾ ആണോ എല്ലാമെന്ന് ചോദിച്ചാൽ, ഞാൻ എത്ര കൊല്ലമായൊരു രാഷ്ട്രീയക്കാരനാണ്. പബ്ലിക് സർവീസിനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആരാണെങ്കിലും ഇന്നും കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ട്, ഞാൻ തോറ്റു കഴിഞ്ഞിട്ടും ഞാനൊരു വാഗ്ദാനം കൊടുത്ത് ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. ഞാൻ വീട് വാങ്ങി, കാരണം ജനങ്ങൾ എന്നെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്ന് ഞാൻ ഒരു വാഗ്ദാനം കൊടുത്തു. അതുകൊണ്ട് ഈ വീട് വാങ്ങി ഇവിടെ താമസിക്കാൻ തുടങ്ങി. എന്നിട്ടല്ലേ 1 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ഈ അവസരം കിട്ടിയത് പാർട്ടി പ്രസിഡൻ്റ് ആവാൻ. പക്ഷേ 1 കൊല്ലം ഞാൻ ഇവിടെ പ്രവർത്തിച്ചു. അത് ഒന്ന്. രണ്ടാമത്തത് നോക്ക്, ഞാൻ എൻ്റെ സ്റ്റൈല് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസാണ്. ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങിയിരിക്കുന്നത് തന്നെ ഒരു പെർഫോം ചെയ്യാനാണ്. ജൂലൈ 15 2025 തുടങ്ങിയ ഹെൽപ്പ് ഡെസ്ക്, ഞാൻ തുടങ്ങിയ ഹെൽപ്പ് ഡെസ്ക് 30 ജില്ലയിലെ ഹെൽപ്പ് ഡെസ്ക്, ഞങ്ങളിപ്പോൾ 8 മാസത്തിൽ 1,20,000 പേരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ കോർ ഐഡിയോളജി. അപ്പോൾ ഇതിപ്പോൾ ശിവൻകുട്ടിജിക്കും ചെയ്യുന്നുണ്ടെങ്കിൽ ഗുഡ്, നല്ലതാണ്. അതിന് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ പാടില്ല.
അത് അദ്ദേഹത്തിന് എന്നെ അറിയാനായിട്ടായിരിക്കും, കുറച്ചൊരു പേടിയും ഡെസ്പറേഷൻ കയറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം പറയും, സാരില്ല, അത് പറയട്ടെ. എന്നെ അറിയുന്ന എല്ലാവരും, എന്നെ കാണുന്ന എല്ലാവരും, എന്നെ മീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതെല്ലാം ചെയ്യും, ചെയ്യാൻ പോകുന്നത് മാത്രമേ പറയുള്ളൂ. പിന്നെ സഹായം വേണമെങ്കിൽ ഞാൻ നരേന്ദ്രമോദിജി പഠിച്ച രാഷ്ട്രീയമാണ്. ഒരു സാധാരണക്കാരന് സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ 100% ഉണ്ടാവും, കൂടെ ഉണ്ടാവും. ഞാൻ സഹായിക്കാൻ ഞാൻ 100% എൻ്റെ അധ്വാനവും പ്രവർത്തനം ഉണ്ടാവും എന്ന് ഞാൻ എല്ലാവർക്കും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നും ഉറപ്പ് തരുന്നു. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് താങ്കൾക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ കിട്ടിയത്, 35 ദിവസം. അന്ന് പലരും പറഞ്ഞിരുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വലിയ മാർജിനിൽ പരാജയപ്പെടും. കാരണം അതിന് തൊട്ടു മുമ്പുള്ള ഇലക്ഷനിൽ ശ്രീ കുമ്മനം രാജശേഖരൻ 1 ലക്ഷത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ട സ്ഥലത്തേക്കാണ് താങ്കൾ മത്സരിക്കാൻ വരുന്നത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താങ്കൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അപ്പോഴും അവിടെ ഒരു ചോദ്യം ബാക്കിയായത്, പലരും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത് കുറച്ചുകൂടി കാര്യമായി ശ്രമിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് അവിടെ ജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാർട്ടിയിലോ അല്ലാതെയോ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നതായിട്ട് എപ്പോഴെങ്കിലും ഒരു വിലയിരുത്തലുണ്ട്? അല്ല, വീഴ്ചയല്ല. ഞാനിവിടെ വന്നത് 7-ാം തീയതി മാർച്ചാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ 7-ാം തീയതി മാർച്ച് ഇവിടെ എത്തി. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആദ്യത്തെ മീറ്റിംഗ് ഒരു 10-ാം തീയതി 9-ാം തീയതി ആദ്യത്തെ ഒരു മീറ്റിങ്ങിൽ എല്ലാവരും ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ. അപ്പോൾ ഒരു സീനിയർ വെറ്ററൻ ലീഡറാണ്, പേരെടുക്കില്ല, എന്നെ വന്ന് പറഞ്ഞു, സ്വാഗതമെല്ലാം പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു, പേടിക്കണ്ട, അങ്ങനെ പേടിക്കണ്ട, മാക്സിമം ഡിഫീറ്റ് മാർജിൻ 2 ലക്ഷം വോട്ടായിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെയൊക്കെ 2 ലക്ഷം ആക്കിയത്? അല്ല, രാജീവ് ഏട്ടനെ ആരും അറിയില്ല, ഇവിടെ പുതിയ ആളാണ്. പിന്നെ കുമ്മനം രാജേട്ടൻ തോറ്റത് 1 ലക്ഷം വോട്ട് കൊണ്ടാണ്. അതുകൊണ്ട് രാജീവ് ഏട്ടൻ മാക്സിമം 2 ലാക്ക് വോട്ട് കൊണ്ട് തോൽക്കും, അത് പേടിക്കണ്ട, അതിനെക്കുറിച്ച് കൂടുതലാവില്ല. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഈ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഞാൻ തോൽക്കാനല്ല വന്നിരിക്കുന്നത്. 35 ദിവസമാണെങ്കിൽ 35 ദിവസം ഞാൻ അധ്വാനിക്കും, എല്ലാവരും പോയി കാണും, കണ്ടിട്ട് മനസ്സിലാക്കി കൊടുക്കും ഞാൻ ആരാണ്, എന്ത് ചെയ്യാനാണ് എൻ്റെ കഴിവും താല്പര്യം എന്ന് ഞാൻ പറയും. എന്നിട്ട് ഒരു നോൺ സ്റ്റോപ്പ് എഫർട്ടായിരുന്നു. എന്തുകൊണ്ട് ജയിച്ചില്ല, അത് കാരണം കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ കാരണമായിരുന്നു CPM-ൻ്റെ വോട്ട് ട്രാൻസ്ഫർ കോൺഗ്രസ്സിലേക്ക്. അത് നടന്നു എന്നാണ് കൃത്യമായി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തത്, ചില ഇവിടെ കമ്മ്യൂണിറ്റീസിൻ്റെ അവരുടെ മനസ്സിൽ കയറ്റിയ ഒരു പ്രൊപ്പഗാൻഡ ഇവർ കയറ്റി. അന്നത്തെ കോൺഗ്രസ് പാർട്ടി ഞാൻ കാശ് കൊടുക്കുന്നു, വോട്ട് വാങ്ങുന്നു, അത് എന്നെ ഡെഫിനറ്റ്ലി ചില പോക്കറ്റ്സിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇലക്ഷൻ ക്യാമ്പയിനെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ തോൽക്കില്ല, ഒരു ടൈറ്റ് ഫൈറ്റ് ആവുന്നു. അപ്പോൾ പക്ഷേ ഈ 2 കാര്യങ്ങൾ എന്നെ ലാസ്റ്റ് മിനിറ്റിൽ ബാധിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ആര് ചെയ്തു, എന്ത് ചെയ്തു എന്ന് പരിശോധിച്ചിട്ട് കാര്യമില്ല, അത് നടന്നു, ഇനി നടന്നു, ഇനിയിപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ അത് നമ്മൾ പരിഹരിക്കാം. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വാക്ക് ഡീൽ എന്ന വാക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ BJP-യും CPM-ഉം തമ്മിൽ ഒരു ഡീലിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് AICC-യുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും സമാനമായ ആരോപണം ഉന്നയിച്ചു വരുന്നു. മറുവശത്താണെങ്കിൽ CPM പറയുന്നത് കോൺഗ്രസും BJP-യും തമ്മിലൊരു ധാരണയിലെത്തിയിട്ടുണ്ടെന്നാണ്. എന്താണ് ഈ ഇതിനേക്കാൾ കൂടുതൽ ഐറോണിക് എന്താണ് നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ കേൾക്കാനും കാണാൻ കിട്ടുന്നത്? 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിലും ഒരുപോലെ ഒരുമിച്ച് പോളിറ്റിക്സ് ചെയ്യുന്ന 2 പാർട്ടീസാണ് CPM-ഉം കോൺഗ്രസും. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്, പുതുച്ചേരിയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. 2 സ്ഥലത്തും CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നു, ഒരു മുന്നണീൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. എന്നിട്ടാണ് ഞങ്ങളുടെ ഒപ്പം സീക്രട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഇതാരെയാണ് വിഡ്ഢിയാക്കുന്നത്? ഇത് ഞാൻ പറയട്ടെ, ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റിയോട് പറയണ, ഈ രാജ്യത്തിൽ ഏറ്റവും നാണമില്ലാത്തൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ, ഏറ്റവും ഐഡിയോളജി ഇല്ലാത്തൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ, ഏറ്റവും അവസരവാദ രാഷ്ട്രീയം ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനാണ് കോൺഗ്രസ് പാർട്ടി. ഇവർ ഒന്ന് ആലോചിക്കൂ, കോൺഗ്രസ് പാർട്ടിയും CPM ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമാണ്. ഇവർ 2 പേരുടെ ഐഡിയോളജി നോക്കൂ. 10 കൊല്ലം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഭരിച്ചപ്പോൾ
പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. ഈ അസംബ്ലിയിൽ നടന്ന പ്രൊസീഡിങ്സ് ഒന്ന് വായിച്ചു നോക്കൂ. ഈ 10 കൊല്ലം കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു അസംബ്ലിയിൽ? ആരോഗ്യ മേഖലയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അഴിമതിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അവരൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, അന്തധാരണ ഉണ്ടായിരുന്നു, അതിലൊരു സംശയമില്ല. ഈ എലക്ഷൻ്റെ സമയത്ത് ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിക്കണം. അത് നല്ല ചോദ്യമാണ്. അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് പാർട്ടി ഡിസ്കവർ ചെയ്ത ഒരു തന്ത്രമാണത്. എവിടെ അവർ തുടങ്ങിയത്? തെലങ്കാനയിൽ ഇൻകംബൻറ്റ് ഗവൺമെൻറ് BRS, ആ BRSൻ്റെ വോട്ട്, ആൻറ്റി ഇൻകംബൻസി വോട്ട് പിടിക്കാൻ അവർ നടത്തിയ ഒരു കുപ്രചരണമായിരുന്നു BRSും BJPയും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്. അത് അവിടെ നന്നായി നടന്നു. ഈ തെലങ്കാന സ്റ്റേറ്റ് ഫോർമേഷനെ ഒപ്പോസ് ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ന് തെലങ്കാന ഭരിക്കുന്നത്. അതെങ്ങനെ ചെയ്തു? ഇതായിരുന്നു അവർ തന്ത്രം. അപ്പോൾ ഇത് പഠിച്ച് കേരളത്തിലും അത് ചെയ്യണമെന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട്. CPM കോൺഗ്രസ്സാണ്, CPM BJP തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. നോക്കൂ, സാമാന്യ ബുദ്ധി, കോമൺ സെൻസ് ഉണ്ടെന്നോ. ഞങ്ങൾ എത്ര കാര്യകർത്താൽ ഒരു കൊന്നിട്ടുണ്ട് ഈ CPMകാർ. എനിക്കിപ്പോൾ ഇന്ന് രാവിലെ അത് ചെയ്യണമെന്ന് എനിക്കൊരു ചിന്ത വന്നാലും അഭിപ്രായം ഉണ്ടെങ്കിലും ഈ പാർട്ടി സമ്മതിക്കുമോ? CPMും BJP ഇങ്ങനെയല്ലേ? എങ്ങനെയാണ് അത് നടക്കാൻ പോകുന്നത്? നടക്കില്ല. അത് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ്സിനും അറിയാം. പക്ഷേ എങ്ങനെയെങ്കിലും ഈ മുസ്ലിം വോട്ടിനെ പിടിക്കാൻ ഏതെങ്കിലും ലെവൽ വരെ നുണ പറഞ്ഞ് മുസ്ലിം വോട്ടിനെ പേടിപ്പിച്ച് CPMന്ന് പോകാൻ പാടില്ല. കാരണം CPM BJPയും ഒരുമിച്ചാണ്. അതുകൊണ്ട് മുസ്ലിം വോട്ടെല്ലാം കോൺഗ്രസ്സിന് കിട്ടണമെന്ന്, അതാണ് അവരുടെ ആവശ്യം. അതുപോലെ തന്നെ മറുവശത്ത് CPM അതേ മുസ്ലിം വോട്ട് പിടിക്കാൻ കോൺഗ്രസും BJPയും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് അവരൊരു പ്രചരണം. ഇതെല്ലാം എന്തിനു ചെയ്യുന്നു? ഒരു സമുദായത്തിൻ്റെ വോട്ട് പിടിക്കാൻ. ആ സമുദായത്തിന് മുമ്പിൽ BJP ഒരു വലിയ എനിമിയാണെന്ന് പ്രചരിപ്പിച്ച് എത്രയോ കൊല്ലം ആ വിഷം കയറ്റി വെച്ച്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അടുത്ത 2-3 കൊല്ലത്തിൽ അതും മാറാൻ പോകുന്നു. ഇവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഈ നുണയും പ്രചരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കി വിഷം നിറച്ച് വോട്ട് പിടിക്കുന്ന ആ തന്ത്രവും രീതിയും അതിൻ്റെ കാലങ്ങൾ കഴിഞ്ഞിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, കഴിയുന്നു. അത് ഇന്നും അവർ ട്രൈ ചെയ്യുന്നു. അല്ല, ഈ വിമർശനങ്ങൾ വരുന്നത് ചിലയിടങ്ങളിൽ, ഉദാഹരണത്തിന് പാലക്കാട് ഇടതുപക്ഷം നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ പോലെ വളരെ ശക്തിയായ മത്സരിച്ചിടത്തൊക്കെ എല്ലാ തവണയും ഗണ്യമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു നേതാവിനെതിരെ നിർത്തിയിരിക്കുന്നത് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ്. സമാനമായി BJPക്കും പലയിടങ്ങളിലും ദുർബലരായ സ്ഥാനാർത്ഥികളുണ്ടെന്നാണ് വിമർശനം. ഇത് ദുർബലമായ സ്ഥാനാർത്ഥിന്ന് ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? കോൺഗ്രസ്സോ? ഈ CPMൻ്റെ സ്ഥാനാർത്ഥി ദുർബലമായ സ്ഥാനാർത്ഥിയാണെന്നോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ദുർബലമായ സ്ഥാനാർത്ഥി ആണെന്നോ ആരാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ ദുർബലമായ സ്ഥാനാർത്ഥി ആയിട്ട് കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ദുർബലമായ സ്ഥാനാർത്ഥിയാണോ? അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആരും കൊടുക്കുന്നുണ്ടോ? ഇതെല്ലാം വെറുതെ ഉണ്ടാക്കി സൃഷ്ടിക്കല്ലേ. ഒരു മാനുഫാക്ചേർഡ് കോൺട്രവേഴ്സിയാണ്. ഇത് മാനുഫാക്ചേർഡാണ്. വെറുതെ ജനങ്ങൾ ശ്രദ്ധ തിരിക്കാൻ. എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇന്നും ഒന്നും പറയുന്നില്ല? അവർ കർണാടകയിൽ ഭരിക്കുന്നുണ്ടല്ലോ, അവിടെ ഇന്ന കാര്യങ്ങളും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? എന്താണ് ഈ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതാണോ? ദുർബലമായ CPMൻ്റെ ദുർബലമായ കാൻഡിഡേറ്റാണ് ഇവിടെ, BJPൻ്റെ ദുർബലമായ കാൻഡിഡേറ്റ്. അത് തീരുമാനിക്കുന്നത് KC വേണുഗോപാലും VD സതീശനാണ്. 21 കൊല്ലം പരവൂരിൽ കുത്തിയിരുന്ന് ഒന്നും ചെയ്യാത്തൊരു MLA ആണോ തീരുമാനിക്കേണ്ടത്? അതെല്ലാം വിടുന്നു. ഞാൻ പറഞ്ഞത് ഇതെല്ലാം അവരുടെ ഒരു ആൻറ്റിസിപ്പേറ്റഡ് സ്ട്രാറ്റജിയാണ്. ഇതെല്ലാം ഞങ്ങൾ 4 മാസം മുമ്പേ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാനും ഞങ്ങളുടെ പാർട്ടിക്കാരെല്ലാം പറഞ്ഞു ഇത് ചെയ്യും അവർ. CPM BJP ഒന്നാണെന്ന് കോൺഗ്രസ് പറയും, പിന്നെ CPM പറയും കോൺഗ്രസും BJP ഒന്നാണ്. ഇതിൻ്റെ പിന്നിൽ എന്താണ്? അവരുടെ ആവശ്യം എന്താണ്? എങ്ങനെയെങ്കിലും ആ മുസ്ലിം വോട്ട് പിടിക്കുക. നിയമത്തിലേക്ക് വരികയാണെങ്കിൽ കണക്കുകളെല്ലാം BJPക്ക് അനുകൂലമാണ്.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയമസഭാ മണ്ഡലത്തിൽ അങ്ങ് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവിടെ നേമം നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നേമം നിയമസഭാ മണ്ഡലത്തിൽ BJPക്കാണ് മുൻതൂക്കം. ഈ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്? അത് ഉണ്ടാവും. അതിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഈ ഒരു ഡെസ്പറേറ്റ് പോളിറ്റീഷ്യൻ, ഈ ടൈറ്റാനിക് എന്നൊരു പിക്ചർ കണ്ടിട്ടുണ്ടല്ലോ, ടൈറ്റാനിക് മുങ്ങുമ്പോൾ ഡെസ്പറേഷൻ വരും. അപ്പോൾ CPM മുങ്ങുന്നുണ്ട്, അതിൽ സംശയമില്ല. അപ്പോൾ CPM മുങ്ങിയാൽ കോൺഗ്രസ്സിനൊരു പ്രശ്നമുണ്ട്. കാരണം CPM മുങ്ങിയാൽ BJP വളരും എന്ന അവർക്കൊരു പേടിയുണ്ട്. അപ്പോൾ CPM സഹായിക്കാൻ കോൺഗ്രസ് ഇറങ്ങും. ചില സ്ഥലത്ത് CPM കോൺഗ്രസിനെ സഹായിക്കാൻ ഇറങ്ങും. ഞങ്ങൾക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻ കണ്ടതല്ലേ, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഞങ്ങൾ 40% വോട്ടാണ് ജനങ്ങൾ തന്നത്, 40% വോട്ട്. എന്നിട്ടും CPM ജയിച്ചു. എന്തുകൊണ്ട്? കോൺഗ്രസ് മൊത്തം വോട്ട് ട്രാൻസ്ഫർ ചെയ്ത് CPMലേക്ക്. പക്ഷേ ഞങ്ങൾ ഈ ഇലക്ഷൻ പ്ലാൻ ചെയ്യുന്നത് ശരി ചെയ്യട്ടെ, എന്നാലും ജനങ്ങളെ ഞങ്ങൾ ബോധിപ്പിക്കുന്നത് ഇതാണ്. അതിനൊരു ബദൽ സംവിധാനം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും? ചെയ്തിട്ടുണ്ട്. അത് പ്രചരണമാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ജനങ്ങൾ ഇത് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ രണ്ടുപേർക്കും വോട്ട് കൊടുക്കണ്ട, ഞങ്ങൾക്ക് മാത്രം വോട്ട് തന്നാൽ മതി. ഇപ്പോൾ കാരണം കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കുന്നത് CPMന് വോട്ട് കൊടുക്കുന്ന പോലെ ആയിരിക്കും, CPMന് വോട്ട് കൊടുക്കുന്നത് കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ BJP NDAക്ക് വോട്ട് തന്നാൽ മതി എന്നാണ് ഞങ്ങൾ പറയുന്നത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ ഇന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് 110 സീറ്റുകളിൽ LDF ജയിച്ച് മൂന്നാമതും അധികാരത്തിലെത്തുമെന്നാണ്. ഇനിയിപ്പോൾ ഈ ആർട്ടിക്കിൾ 90 എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കവർ ചെയ്യുന്നത് വിഡ്ഢിത്തരം പറയാം. ആരാണ് ഈ നാട്ടിൽ ആർക്കെങ്കിലും ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു മലയാളി ഇന്ന് CPMനെ നോക്കുമ്പോൾ എന്താണ് ആലോചിക്കുക? ഇവർ 10 കൊല്ലം ഭരിച്ചു, മതിയായി, ഇനി ഇവർക്ക് വോട്ട് കൊടുക്കണ്ട. അത് CPMൻ്റെ കാഡർ തന്നെ പറയുന്നു, CPMൻ്റെ മുൻ MLAമാർ തന്നെ പറയുന്നു. പിന്നെ എന്നിട്ടാണ് 140 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ആരാണ് വിശ്വസിക്കുന്നത്? ഇതിങ്ങനെ പ്രചരണത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും പറയുക, അതൊരു പഴയ രീതിയാണ്, ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളോട്, നേമത്തെ NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ നേമത്തെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മാറി ഇവർ രണ്ടുപേർക്കും അവസരം കൊടുത്തിട്ടുണ്ട്, CPMനും കോൺഗ്രസ്സിനും. പക്ഷേ ഇവർ നാടിനെ നശിപ്പിച്ചു, ഒരു വിവാദ രാഷ്ട്രീയത്തിൻ്റെ മാസ്റ്ററായി മാറി. ഇന്ന് അഴിമതിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റമാണ് ജനങ്ങൾ സഹിക്കുന്നത്. കഴിഞ്ഞ 12 കൊല്ലം നരേന്ദ്രമോദിജി കൊണ്ടുവന്ന വികസനവും ഈ നാട്ടിൽ, ഈ രാജ്യത്തിൻ്റെ ഒരു കുതിച്ച ചാട്ടവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന വികസനം അതിൻ്റെ 90% വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ്. സമയമായി ഒരു മാറ്റം കൊണ്ടുവരാൻ, ഈ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് കൊണ്ടുവരാൻ, ഇവിടെ ഒരു പുതിയ ഒരു രാഷ്ട്രീയക്കാരെ കൊണ്ടുവരാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധ്വാനിക്കുന്ന രാഷ്ട്രീയക്കാരെ കൊണ്ടുവരാൻ. അപ്പോൾ ഞങ്ങൾക്കൊരു അവസരം തരൂ. 5 കൊല്ലമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. 5 കൊല്ലം ഞങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യൂ. ആ അവസരം തന്നാൽ ഞാൻ ഉറപ്പ് തരുന്നു, BJP NDA വികസിത കേരളത്തിന് വേണ്ടി ആത്മാർത്ഥമായി സത്യസന്ധയോടെ ഞങ്ങൾ അധ്വാനിക്കും. ഇത് ചെയ്തു തരും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന 5 കൊല്ലം ആവട്ടെ. ഞങ്ങൾക്കൊരു അവസരം തന്നാൽ അത് ഞങ്ങൾ ചെയ്തു തരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്ദി ശ്രീ രാജീവ് ചന്ദ്രശേഖർ. വളരെ തിരക്ക് പിടിച്ച ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിലും നോട്ട് ദ പോയിന്റിൽ അമൃത TVയോടൊപ്പം ഇത്രയും സമയം സഹകരിച്ചതിന് വളരെ നന്ദി. എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമസ്കാരം.